ഫ്രണ്ട്സേ തന്നെയാണ്. ഞാനിപ്പോൾ വന്നിട്ടുള്ളത് മണ്ണാർക്കാട് വെള്ളാങ്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. ഇവിടെ ഒരു ദർസ് വിദ്യാർത്ഥി മരണപ്പെട്ടതായിട്ടാണ്. അതായത് സോഷ്യൽ മീഡിയ മുഴുവനും ആ കുട്ടിക്ക് ദർസിൽ നിന്ന് എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു, അവിടുത്തെ എന്തൊക്കെയോ കാരണം കൊണ്ട് ആ കുട്ടി തൂങ്ങി മരിച്ചു എന്ന് പറഞ്ഞിട്ടായിരുന്നു ന്യൂസ് പുറത്ത് വന്നത്. അതായത് ആ കുട്ടീൻ്റെ ബെൽറ്റ് ഉപയോഗിച്ച് ആ കുട്ടി തൂങ്ങി മരിച്ചു എന്നായിരുന്നു ന്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ പാലക്കാടാണ്. പിന്നെ അറിഞ്ഞു വന്നപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് ഫസീലാൻ്റെ അനിയൻ്റെ മോനാണെന്ന് പറഞ്ഞത്. അപ്പോൾ എന്തായാലും അവരെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് ഞാൻ വന്നതാണ്. അപ്പോൾ ഞാനിങ്ങനെ അവരോട് ചോദിച്ചു എന്താണ് സംഭവിച്ചു ചോദിച്ചപ്പോൾ കുട്ടിക്ക് തീരെ വയ്യായിരുന്നു. അതായത് ചെറുതായിട്ട് ക്ഷീണമുണ്ടായിരുന്നു. അത് അവൻ്റെ അനിയനോട് പറയുകയും അതിന് ശേഷം അവൻ പിന്നെ ബാത്റൂമിലേക്ക് വന്നു. എനിക്കൊരു ബാത്റൂം പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ബാത്റൂമിൽ എപ്പോഴും ഈ ബെൽറ്റ് കഴുത്തിലൂടെ ഇടുമായിരുന്നു. അപ്പോൾ ആ ഇട്ടതിനെയാണ് എല്ലാവരും ബെൽറ്റിൽ തൂങ്ങി എന്ന് പറഞ്ഞിട്ട് ഇവിടെ എല്ലാം സ്പ്രെഡാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും അത് ആത്മഹത്യയല്ല, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തതുമല്ല. അത് ആ കുട്ടിക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരട്ടെ. എന്തായാലും ആ കുട്ടി കുഴഞ്ഞു വീണ് മരിച്ചു എന്നതാണ് എനിക്കിവിടെ നിന്ന് അറിയാൻ സാധിച്ചത്. ഇനി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കഴിയുന്നത്. എന്തായാലും ഞാനിപ്പോൾ ആ കുട്ടിനെ അടക്കം ചെയ്ത പിന്നെ പള്ളിയുടെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. നജ്മുൽ ഹുദാ കഹ്വ ദർസ് മണലടി ജുമാ മസ്ജിദ്, ഇവിടെയാണ് ഇപ്പോൾ ഞാൻ വന്നിട്ടുള്ളത്. ഇവിടെ ജസ്റ്റ് അവിടെ പോയപ്പോൾ ആ കുട്ടിക്ക് മറവ് ചെയ്തതല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇവിടെ നിന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ